ഹലോ ഗേസ്, ഞാൻ ജസ്റ്റ് ഒരു മമ്മൂട്ടി മോഹൻലാൽ എന്ന ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. മമ്മൂട്ടി മോഹൻലാൽ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ കടുത്ത മമ്മൂട്ടി ആരാധകനാണ്. കടുത്ത മമ്മൂട്ടി ആരാധകൻ പറഞ്ഞാൽ കടുത്ത ഡൈ ഹാർഡ് ഫാൻസ് എന്നൊക്കെ പറയില്ല, അങ്ങനത്തെ ഡൈ ഹാർഡ് ഫാൻസിൽപ്പെട്ട ഒരാളാണ് ഞാൻ. അതായത് എല്ലാ മമ്മൂട്ടി സിനിമകളും തിയേറ്ററിൽ പോയി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണും. ഇനി മമ്മൂക്ക പ്രമോഷൻ കൊടുത്തില്ലെങ്കിലും ഞങ്ങൾ പോയി കാണും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു രീതി. ഞങ്ങളുടെ രീതി പറയുമ്പോൾ മെയിനായിട്ട് ഞാനും എൻ്റെ അനിയനുമാണ് പോലെ എല്ലാ മമ്മൂട്ടി സിനിമകളും. ഇനിയിപ്പോൾ അന്ന് വർക്ക് ഉണ്ടെങ്കിൽ വർക്ക് ലീവ് എടുക്കും, അതായത് മുൻകൂട്ടി ലീവ് അപ്ലൈ ചെയ്ത് അന്ന് മമ്മൂട്ടി സിനിമ ഇറങ്ങുകയാണ് അപ്പോൾ ലീവ് അപ്ലൈ ചെയ്യും, എന്നിട്ട് പോയി സിനിമ കാണും. എല്ലാ മമ്മൂട്ടി സിനിമകളും കാണും, മോഹൻലാൽ സിനിമകളും കാണും. പക്ഷേ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എപ്പോഴും മമ്മൂട്ടി സിനിമകളാണ് കാണുക. അതായത് ഒരു കടുത്ത മമ്മൂട്ടി ആരാധകൻ. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പോൾ മലയാളത്തിൽ മമ്മൂട്ടി മോഹൻലാൽ, അതുപോലെ തന്നെ തമിഴിൽ രജനീകാന്ത്, കമൽഹാസൻ, ഇപ്പോൾ തെലുങ്കിൽ ചിരഞ്ജീവി, നാഗാർജുന, വെങ്കടേഷ്, പിന്നെ ഹിന്ദിയിൽ അമിതാഭ് ബച്ചൻ, ഷാറുഖ് ഖാൻ, സൽമാൻ ഖാൻ, അവരൊക്കെ കൂട്ടാം. ഇവരുടെ തലമുറയിൽ അവരെ കൂട്ടാൻ പറ്റില്ല, അമിതാഭ് ബച്ചൻ അവരെ കൂട്ടാം. എന്നാലും ഷാറുഖ് ഖാനെ നമുക്ക് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം ഇപ്പോൾ. പക്ഷേ ഇവരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇവരൊക്കെ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ ടയർ 2ലേക്ക് പോയി. ഇപ്പോൾ രജനീകാന്തും കമൽഹാസനും ആണെങ്കിൽ പോലും അതിനേക്കാൾ മികച്ചതായ അജിത്ത്, വിജയ് എല്ലാം വന്നു. അവർ ടയർ 2ലേക്ക് പോയി എന്ന് അവർ സമ്മതിച്ചില്ലെങ്കിലും നമുക്കറിയാം ഇവരാണ് ഇപ്പോൾ ടോപ്പ്. വിജയ്, അജിത്തൊക്കെയാണ് ടോപ്പ്. തെലുങ്കിലാണെങ്കിലും രാം ചരൺ, അല്ലു അർജുൻ, പ്രഭാസ്, മഹേഷ് ബാബു, ഇവരൊക്കെയാണ്. ഇനിയിപ്പോൾ ഹിന്ദിയിലാണെങ്കിലും രൺബീർ കപൂർ, രൺവീർ സിംഗ്, ഇവരൊക്കെ അപ്പറിലേക്ക്, അതായത് ടയർ 2 ടയർ 1ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും ഷാറുഖ് ഖാനും ഇവരൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്നാലും ഇപ്പോൾ ദുരന്തറും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവരാണ് ഇപ്പോൾ സ്റ്റാർഡത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സമ്മതിച്ചില്ലെങ്കിലും സ്റ്റാർഡത്തിൻ്റെ കാര്യത്തിലും എല്ലാത്തിലും ഇപ്പോൾ ടോപ്പായി നിൽക്കുന്നത്. ഇവിടെ പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല. മലയാളത്തിൽ ഇവരെ കവിച്ചു വെക്കാൻ പലരും വന്നെങ്കിലും പലരും പോയി. ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിൻ്റെ, ഞാൻ മറ്റുള്ള നടന്മാരാരെയും കുറ്റം പറയുന്നില്ലെങ്കിലും മമ്മൂട്ടി മോഹൻലാലിനെ കവിച്ചു വെക്കാൻ ആരും വന്നില്ല. ഇപ്പോൾ അവർക്ക് ശേഷം വന്ന പലരും ഇവരെ കവിച്ചു വെക്കാൻ ആർക്കും പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ മമ്മൂട്ടിയുടെ സ്ഥിതി ഞാൻ പറയാം. മമ്മൂട്ടി മറ്റുള്ള നടന്മാരെ പോലെ ആയി. അതായത് ടയർ 1ൽ നിന്ന മമ്മൂട്ടി, മലയാളത്തിൽ ടയർ 1ൽ നിന്ന മമ്മൂട്ടി ഇപ്പോൾ ടയർ 2 ആണ്. ഇപ്പോൾ ടയർ 1ൽ ആകെ ഒരു ആക്ടർ ഉള്ളത് മോഹൻലാലാണ്, ലാലേട്ടനാണ്. അപ്പോൾ മമ്മൂട്ടി അതുകൊണ്ട് മൂവ് ചെയ്ത്, അതായത് മമ്മൂട്ടിയായിട്ട് മൂവ് ചെയ്തതാണ്. അതായത് ഇപ്പോൾ ഞാൻ പറയാച്ചാൽ ഈ മമ്മൂട്ടിക്ക് ഇപ്പോൾ ഫഹദ് ഫാസിലിൻ്റെ കാര്യം എടുക്കാം. ഫഹദ് ഫാസിൽ ഇപ്പോൾ നമ്മൾ പുറത്തെ ബോളിവുഡിൽ പല ആൾക്കാരും സംസാരിക്കുമ്പോൾ, റൗണ്ട് ടേബിളിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഫഹദ് ഫാസിൽ ഇങ്ങനെ പൊക്കി പറയും. പക്ഷേ മലയാളത്തിലിരിക്കുന്ന എനിക്ക് ഫഹദ് ഫാസിൽ എപ്പോഴും ഒരു ഓവർ റേറ്റഡ് ആക്ടറാണ്. അതായത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് എത്ര സിനിമകൾ മലയാളത്തിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഡൗട്ടാണ്. ഇപ്പോൾ ആവേശയ്ക്കാണെങ്കിൽ ഒരു അൻവർ റഷീദ് ബാക്കപ്പൊക്കെ ഉണ്ട്, എന്നാലും വളരെ റെയറായിട്ടാണ്. അപ്പോൾ നമുക്കെപ്പോഴും തോന്നിയത്, പലർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു ഓവർ റേറ്റഡ് ആക്ടറായിട്ടാണ് എനിക്ക് ഫഹദ് ഫാസിലിനെ എപ്പോഴും തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ മമ്മൂട്ടി മറ്റേ ബ്രഹ്മയുഗം, കാതലൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ നല്ല പടങ്ങളാണ്. പക്ഷേ ഇതൊക്കെ OTTയിൽ കാണാൻ പറ്റും. ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. പക്ഷേ ഇതൊക്കെ ഒരു OTT, അതും സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ നിന്ന് ക്രെഡൻഷ്യൽ വാങ്ങിയിട്ട് കാണാനുള്ള പടങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ബ്രഹ്മയുഗമാണെങ്കിലും കാതലാണെങ്കിലും, കാതലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ഈ ലെവൽ പടങ്ങളേ ഉള്ളൂ. അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ റൗണ്ട് ടേബിളൊക്കെ ഇരുന്നിട്ട് അദ്ദേഹത്തിനെ പൊക്കി പറയലുണ്ട്. മറ്റേ നമ്മുടെ ബോളിവുഡ് റൗണ്ട് ടേബിളിൽ തമിഴിലാണെങ്കിലും വാട്ട് എ മമ്മൂട്ടി ഈസ് ഡൂയിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ്. അതേ മമ്മൂട്ടി എല്ലാം ചെയ്യുന്നുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും തിയേറ്റർ പോയി കാണാൻ പറ്റിയ സിനിമകളാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഇതെല്ലാം തിയേറ്ററിൽ പോയി കണ്ട ഒരാളാണ് ഞാൻ. ഇതൊക്കെ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ സിനിമകളാണോ? ഇപ്പോൾ അദ്ദേഹം എവിടെയാണ്? ഇപ്പോൾ അദ്ദേഹം ഒരു ടയർ 2 ആക്ടറാണ്. നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും, അതായത് എന്നെ അറിയുന്നവർക്ക് അറിയാം, ചെറുപ്പം തോന്നി മമ്മൂട്ടി മോഹൻലാൽ ഫൈറ്റിലിട്ട ഒരാളാണ്. ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മമ്മൂട്ടിയുടെ സിനിമ കണ്ടത് രാജമാണിക്കാണ്. തിയേറ്റർ
കലക്കി കണ്ട സിനിമ രാജമാണിക്കം. അതിനുശേഷം അത്രത്തോളം തിയേറ്റർ മാസ് കണ്ട ഒരു സിനിമയും ഉണ്ടായിട്ടില്ല. എന്നാൽ അങ്ങനെയല്ല, മറിച്ച് ലാലേട്ടൻ്റെ എത്ര സിനിമകൾ എല്ലാ സിനിമകളും. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ദൃശ്യം 3 ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമ ഒന്നുമല്ല. കണ്ട എനിക്ക് തോന്നിയത് ദൃശ്യം 1 പറയുമ്പോൾ ആ ലെവൽ പടമാണ്. ദൃശ്യം 2 ആ ലെവൽ, എനിക്ക് ആ ലെവൽ ദൃശ്യം 1 അതേ ലെവൽ തോന്നിയ പടമാണ്. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ദൃശ്യം 2 ആണ്. ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ വളരെ ബിലോ ആവറേജ് ആയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ തിയേറ്ററിൽ നോക്കി നോക്ക്, അതായത് വലിയ അപ്പൂപ്പന്മാർ, അമ്മൂമ്മമാർ, ചെറിയ കുട്ടികൾ എല്ലാവരും വന്ന് സിനിമ കാണുന്നത്. നമ്മുടെ ഫാമിലിയിൽ നിന്ന് സിനിമ കാണാത്ത, ദൃശ്യം 1 ദൃശ്യം 2 കാണാത്ത ആൾക്കാർ ദൃശ്യം 3 പോയി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനത്തെ ആൾക്കാർ എൻ്റെ ഫാമിലിയിൽ തന്നെ ഉണ്ട്. അവർക്കെല്ലാം ദൃശ്യം 3 ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഒരു വിഭാഗം ഇഷ്ടപ്പെട്ട ആൾക്കാരും ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, അതല്ല പ്രധാനം. ഇവരൊന്നും സിനിമയ്ക്കേ പോവാത്ത ആൾക്കാരാണ്. പക്ഷെ ഇവരൊക്കെ അതാ സിനിമയ്ക്ക് പോകുന്നത്. അതാണ് ലാലേട്ടൻ്റെ പടത്തിന് എല്ലാവരും കുത്തിക്കയറുകയാണ്. ഒറിജിനൽ നമ്മൾ പറയും തള്ളു കളക്ഷൻ, അങ്ങനെയൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ പടം തിയേറ്ററിൽ നിങ്ങൾ വെറുതെ ബുക്ക് മൈ ഷോ എടുത്തിട്ട് അതിൻ്റെ തിയേറ്റർ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. ആ ലെവലാണ് അദ്ദേഹത്തിൻ്റെ ഇത്. എല്ലാ പടങ്ങളും തുടരും. ഇനിയിപ്പോൾ അദ്ദേഹം വിജയിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് സത്യനന്ദിക്കാടിനെ കൂടെ ഒരു കംഫർട്ടബിൾ സിനിമ എടുത്തത്. ലാസ്റ്റ് പടം പേര് ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം മാറ്റി വെക്കുന്ന സിനിമയില്ല, എന്താണത്, അത് ഓർക്കുന്നില്ല. പക്ഷേ അതൊന്നും അദ്ദേഹം വിജയിക്കേണ്ട, വെറുതെ ഇത്രയും വിജയത്തിൻ്റെ ഇടയിൽ പരാജയപ്പെട്ടോട്ടെ, എന്നാലും കംഫർട്ടബിളായി അഭിനയിക്കാമെന്ന് വിചാരിച്ചിട്ട സിനിമ പോലെ. അതായത് ഒരു രസമില്ല, നമ്മൾ കണ്ട പടമാണ്, കാണാൻ ഒരു രസമില്ല. പക്ഷെ അതടക്കം വിജയമാണ്. കാരണം എന്താ, തുടർച്ചയായിട്ടുള്ളൊരു വിജയങ്ങൾ വരികയാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പടം കാണാൻ ആൾക്കാർ തിയേറ്ററിൽ പോവുകയാണ്. ഏത് പടം വന്നാലും എന്തൊക്കെ പറഞ്ഞാലും, മമ്മൂട്ടി മോഹൻലാൽ എന്തൊക്കെ എന്ന് നമ്മൾ പറഞ്ഞാലും ലാലേട്ടനാണ് നമ്പർ 1. മമ്മൂക്ക നമ്പർ 2, 3, 4 ആ ലെവൽക്ക് പോലും മമ്മൂക്ക ഇന്നും ലാലേട്ടൻ്റെ ഒപ്പം ഇല്ല. നമുക്ക് പറയാമെന്നല്ലാതെ, മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയാമെന്നല്ലാതെ ആ ലെവൽക്ക് അദ്ദേഹം ഇല്ല. പക്ഷെ അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം നല്ല സ്ക്രിപ്റ്റ് കേട്ട് ഇനി വരാൻ പോകുന്നുണ്ട്. മട്ടാഞ്ചേരി മാഫിയ അങ്ങനത്തെ പടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളൊക്കെ. ഇനി അദ്ദേഹം തിരിച്ച് വന്നാലും വന്നില്ലെങ്കിലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞങ്ങൾ പോയി കാണും. ഞങ്ങളെപ്പോലെ കുറച്ച് പേര് തിയേറ്ററിലൊന്നും അധികം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഒക്കെ ആണെങ്കിൽ മമ്മൂക്കയുടെ പടത്തിന് തിയേറ്ററിലൊന്നും അധികം ആരും ഉണ്ടാവലില്ല. ഒരു പകുതി തിയേറ്റർ തന്നെ നിറഞ്ഞു. അത് അദ്ദേഹം ഒരു പ്രൊമോഷൻ ചെയ്യാതെയാണ് ചില പടങ്ങളൊക്കെ ഇറക്കുന്നത്. എന്നാലും ആ പകുതി തിയേറ്ററിൽ നമ്മൾ സ്ഥിരം കാണാൻ പോകുന്ന ആൾക്കാർ തന്നെയും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് അദ്ദേഹത്തിൻ്റെ പടത്തിനുണ്ടാവുക. അതായത് ഇനി അടുത്ത ഷോയ്ക്ക് കാണാമെന്ന് പറയുന്ന പോലെ. അതായത് സ്ഥിര ആൾക്കാർ വരും, ഒരു പ്രൊമോഷനും ഉണ്ടാവില്ല. നമ്മളും വിചാരിച്ചിട്ടുണ്ട് ഒരു പ്രൊമോഷനും ഇല്ലാതെ ഈ പകുതി ആൾക്കാർ എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ആൾക്കാർ വരുന്നത് മമ്മൂട്ടിയുടെ പടത്തിന്. കാരണം നമ്മളെപ്പോലെ ഡൈ ഹാർഡ് ഫാൻസാണ്. അപ്പോൾ അങ്ങനെ വരികയാണ് മമ്മൂട്ടിയുടെ പടത്തിന്. അദ്ദേഹം തിരിച്ചു വരും, വലിയ സിനിമകളായിട്ട് അദ്ദേഹം തിരിച്ചു വരും. ഇനി അദ്ദേഹത്തിന് വേണ്ടത്, അദ്ദേഹത്തിന് ഇനി എന്താ അഭിനയം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മമ്മൂട്ടി എന്താണ് ഇനി പ്രൂവ് ചെയ്യേണ്ടത്? അഭിനയത്തിൻ്റെ കാര്യത്തിൽ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? അദ്ദേഹം ഒന്നും പ്രൂവ് ചെയ്യാനില്ല. അഭിനയത്തിൻ്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും, എന്നാലും മോഹൻലാലിൻ്റെ ഒരുപടി മേലെയാണ് മമ്മൂക്ക. പക്ഷേ അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ഒന്നുമില്ല. അദ്ദേഹത്തിനൊരു ബ്രഹ്മയുഗോ കാതലോ ഇനിയിപ്പോൾ വരാൻ പോകുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടക്കാണ്. ഞാൻ അവരെ പുച്ഛിക്കുക അങ്ങനെ ഒന്നുമല്ല. അദ്ദേഹത്തിന് അഭിനയത്തിന് പ്രൂവ് ചെയ്യാൻ ഇനി ഒന്നുമില്ല. അതുകൊണ്ട് കേട്ടു ജിയോ ബേബിയുടെ പടവും വരുന്നുണ്ട്, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ പടങ്ങളൊന്നും എടുക്കരുത് എന്നുള്ള അഭിപ്രായമാണ്. അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ ഇനിയൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഭൂതക്കണ്ണാടി, എന്താ പറയുക, പൊന്തന്മാട, ഇങ്ങനത്തെ ന്യൂഡൽഹി, അദ്ദേഹത്തിന് പ്രൂവ് ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു പഴയ 4-5 പടം എടുത്തു നോക്കാൻ. എന്താണ് ഇനി അദ്ദേഹത്തിന് അഭിനയത്തിൽ പ്രൂവ് ചെയ്യേണ്ടത്? അദ്ദേഹം ഇനി മിനിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഇനിയും നിങ്ങൾ അഭിനയത്തിൻ്റെ അവസാന വാക്കാണ് മമ്മൂക്ക. നിങ്ങൾ അഭിനയത്തിൻ്റെ അവസാന വാക്കാണ്. എല്ലാ കാലവും മോഹൻലാലിനൊപ്പം മമ്മൂട്ടി വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹൻലാലിൻ്റെ പേര് പറയുമ്പോൾ മമ്മൂട്ടിയുടെ പേര് ഒപ്പം പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ്. അതുകൊണ്ട് ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സിനിമ കാണുമ്പോൾ തന്നെ മമ്മൂട്ടിയുടെ എത്ര പടങ്ങൾ എത്ര കണ്ടു. ഇപ്പോൾ ഈ ബ്രഹ്മയുഗം കാതലൊക്കെ ഇറങ്ങിയത് പോലും അറിയാത്ത ആൾക്കാരാണ്. എത്ര പേര് ഇതൊക്കെ ഇറങ്ങിയത് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സിനിമ കാണാൻ ചെറിയ കുട്ടികൾ മുതൽ അപ്പൂപ്പൻ അമ്മൂമ്മ വരെ
തിയേറ്ററിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ മോഹൻലാലിനെ പോലെ തന്നെ മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ ഒപ്പം എത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്നു. ഇപ്പോൾ മട്ടാഞ്ചേരി മാഫിയ അങ്ങനത്തെ സിനിമകളിലൂടെയൊക്കെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു സ്ട്രോങ് സ്ക്രിപ്റ്റുമായി അദ്ദേഹം തിരിച്ചു വരുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തിരിച്ചു വരും.